കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ സന്ദീപ് വാര്യർ, ഇപ്പോൾ പാലക്കാട് BJP-യിലാണ് 6 കൗൺസിലർമാർ രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. അവിടെ BJP ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അത് ഏകപക്ഷീയമായി നടക്കുന്നു എന്നതിനെ ചൊല്ലിയാണ് തർക്കം. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? BJP-യെ സംബന്ധിച്ച് മാസങ്ങൾക്ക് മുൻപ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്, വസ്തുതാപരമാണ് എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇതിൽ കൂടുതൽ എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? ഒരു ജില്ലാ പ്രസിഡന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പിന്തുണ കിട്ടിയിട്ടുള്ള ആളുകളെ തെരഞ്ഞെടുക്കാതെ തങ്ങൾക്ക് വേണ്ടപ്പെട്ട ഏറ്റവും കുറവ് വോട്ട് കിട്ടിയ ആളെ ജില്ലാ പ്രസിഡന്റ് ആക്കുന്ന അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള നടപടികൾ അവിടെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനകത്ത് പ്രതിഷേധമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരിൽ പല ആളുകളും എന്റെ സുഹൃത്തുക്കളാണ്, നേരത്തെ സഹപ്രവർത്തകരായിരുന്നു, അവരുമായി സംസാരിക്കുന്നയാളാണ്. അതാണ് സന്ദീപ് വാര്യർ, താങ്കൾ BJP വിട്ടതിന് പിന്നാലെയാണ് ഇങ്ങനൊരു നീക്കം വന്നിരിക്കുന്നത്, രാജ്യസന്നദ്ധതയൊക്കെ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പിന്നിൽ മറ്റു ചില നീക്കങ്ങൾ താങ്കളടക്കം അതിന് നേതൃത്വം നൽകുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങളുമൊക്കെ ഉയരുന്നുണ്ടല്ലോ. അതെങ്ങനെയാണ് വിമർശനമാവുന്നത്? അതൊരു വിമർശനം ഉയരേണ്ട കാര്യമല്ലല്ലോ. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഞാനിപ്പോ കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. കോൺഗ്രസിലേക്ക് കൂടുതൽ ആളുകൾ വരാൻ തയ്യാറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കും. ഞാൻ കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ല, തീർച്ചയായിട്ടും സംസാരിക്കും. അവർ കടന്നു വരാൻ തയ്യാറുള്ള ആളുകൾ അത് അവരുടെ തീരുമാനം പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വം സ്വാഭാവികമായിട്ടും അക്കാര്യം പരിഗണിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല. അതായത് കൗൺസിലർമാരുമായി, ഇപ്പോൾ രാജ്യസന്നദ്ധത അറിയിച്ചിട്ടുള്ള കൗൺസിലർമാരുമായി താങ്കൾ സംസാരിച്ചിട്ടുണ്ട്. ഈ രാജ്യകാര്യങ്ങളും അതിനുശേഷം കോൺഗ്രസിലേക്കുള്ള വരവടക്കം ചർച്ചയായിട്ടുണ്ടെന്നാണോ? ഞാൻ അവിടുത്തെ കൗൺസിലർമാരടക്കമുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. BJP-യുടെ എന്റെ പഴയകാല സഹോദരമായിട്ട് എല്ലാവരുമായി ഞാൻ സംസാരിക്കാറുണ്ട്. അവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്, നേരത്തെ സഹപ്രവർത്തകരായിരുന്നു. അവരെല്ലാവരും ഇപ്പൊ പറയുന്ന ഞാനെടുത്ത നിലപാട് പൂർണ്ണമായും ശരിയായിരുന്നു എന്ന് ഇപ്പൊ എന്നോട് നേരിട്ട് സംസാരിക്കുന്നവരാണ്. അവർക്ക് ഞാൻ നിലപാട് ശരിയായിരുന്നു എന്ന് ഇപ്പൊ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവരൊരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ സമയത്ത് അവരാണത് പറയേണ്ടത്. അവരത്തരത്തിലുള്ള നിലപാട് പരസ്യമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ തീർച്ചയായിട്ടും ഞാൻ സന്നദ്ധനായി. അല്ല, ഇപ്പോൾ ഈ ഒരു രാജ്യസന്നദ്ധതയ്ക്ക് പിന്നാലെ അവരുമായി സംസാരിച്ചിരുന്നോ സന്ദീപ് വാര്യർ? തീർച്ചയായിട്ടും സംസാരിച്ചിട്ടുണ്ട്. യെസ്, അവർ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. രാജിവെച്ചതിന് പിന്നാലെ തന്നെ കോൺഗ്രസിലേക്ക് തന്നെ ആയിരിക്കുമെന്നാണോ? അല്ല, അതൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ അവരുമായി സംസാരിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് പ്രഖ്യാപിക്കട്ടെ. അവരുടെ നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ജനാധിപത്യത്തിന്റെ ചേരിയിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ, മത സാഹോദര്യത്തിന്റെ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ നിലപാടുകളോട് ഐക്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വവുമായി സംസാരിക്കാൻ ഞാൻ തയ്യാറാകും. യെസ്, അപ്പോൾ ഇനിയും കൂടുതൽ പേർ BJP വിട്ടേക്കുമെന്നാണോ? അത് ഞാൻ അന്നേ പറഞ്ഞിരുന്നല്ലോ, ഏതോ ട്രെയിലറെ പൂര പിക്ചർ ബാക്കി. യെസ്, അതായത് ആ ട്രെയിലർ മാത്രമാണ്, ഇനിയും അതിന്റെ ഒരു ക്ലൈമാക്സ് ഇനിയും വരാനിരിക്കുന്നു. അതായത് ഒരുപാട് പേർ ഇനിയും രാജ്യസന്നദ്ധത അറിയിച്ചിലേക്കും വലിയ പൊട്ടിത്തെറിയിലേക്ക് തന്നെ പാലക്കാട് BJP-യിൽ കാര്യങ്ങൾ പോകുന്നു എന്നാണ് മുൻ BJP നേതാവും ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവുമായ ശ്രീ സന്ദീപ് വാര്യർ ഇപ്പോൾ മീഡിയ1നോട് പ്രതികരിച്ചിരിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ ദേശീയ കൗൺസിൽ അംഗം ശിവരാജൻ ഉൾപ്പെടെ 6 കൗൺസിലർമാരാണ് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. BJP ജില്ലാ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയാണ് തർക്കം. തെരഞ്ഞെടുപ്പ് ഏകപക്ഷീയമായിട്ടാണ് നടക്കുന്നത് എന്നാരോപിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിമത നീക്കം ശക്തമായ രീതിയിൽ അവിടെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനെ BJP ജില്ലാ പ്രസിഡന്റാക്കാനുള്ള തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം നടക്കുന്നത്.